നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിരുന്ന നവകേരള സദസ്സിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തിയ ജനകീയ സർവേ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണത്. വൻ സാമ്പത്തിക ചെലവിൽ നടത്തിയ സദസ്സിനും അതിന് പിന്നാലെ നടന്ന സർവേ നടപടികൾക്കും ഈ വിധി കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. നീതിന്യായ പീഠത്തിൽ നിന്നും സർക്കാരിന് ഈ തിരിച്ചടി ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഭരണകൂടത്തിന് മുൻഗണനകളും നടപടിക്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഈ വിധി ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. സർവേയുടെ സുതാര്യതയെയും അതിനായിട്ട് വിനിയോഗിച്ച സാമ്പത്തിക സ്രോതസ്സിനെയും സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള സംശയങ്ങളാണ് കോടതി ഉയർത്തിയത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ തെറ്റില്ലെന്ന് നിരീക്ഷിച്ച കോടതി എന്നാൽ ഇതിൻ്റെ മറവിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും പരിശോധിച്ചു. സർവേക്കായി ചിലവാക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇതോടെയാണ് സർവേ നടപടികൾ അപ്പാടെ റദ്ദാക്കാനായിട്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കോടതി വിധിയിലൂടെ പുതിയ ബലം കൈവന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDFിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കാനാണ് സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പരാതി. സർക്കാർ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ പാർട്ടി കേഡർമാരെയും ഒരുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവരശേഖരണം നടത്തുന്നത് ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദം കോടതി ഗൗരവത്തിലെടുത്തു. സർക്കാരിൻ്റെ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന് കണ്ടതോടെ പ്രതിപക്ഷത്തിൻ്റെ ഹർജികളിലെ വസ്തുതകൾ കോടതി ശരിവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വിവിധ വിഷയങ്ങളിൽ കോടതിയിൽ നിന്ന് സർക്കാരിന് തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലുമൊക്കെ തന്നെ സർക്കാരിൻ്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് നവകേരള സർവേയുടെ ഫണ്ട് വിനിയോഗത്തിലുമൊക്കെ തന്നെ കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ കോടതി ഇടപെടുന്നത് ഭരണപക്ഷത്തിന് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഖജനാവ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇത്തരം ചെലവുകൾ അനാവശ്യമാണെന്ന പൊതുവികാരവും ശക്തമാണ്. ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഈ വിധിയോടെ ചർച്ചയാകുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന നിരീക്ഷണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വിവരശേഖരണത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ കോടതി തടഞ്ഞതോടെ ഡാറ്റ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾക്ക് താൽക്കാലിക ശമനമായിരിക്കുകയാണ്. കൃത്യമായ നിയമപിൻബലമോ സുതാര്യതയോ ഇല്ലാതെ ഇത്തരം ബൃഹത്തായ സർവേകൾ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. കോടതി വിധി വന്നതോടെ നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി സർക്കാർ ആസൂത്രണം ചെയ്ത പല പദ്ധതികളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമായി കണ്ടിരുന്ന ഈ നീക്കം പാളിയത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിധി ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. കോടതിയിൽ നിന്ന് ഏറ്റ ഈ പ്രഹരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് എത്രത്തോളം വെല്ലുവിളിയാകുമെന്ന് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട്.